മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമുള്ള ചില ഘടകങ്ങളുണ്ട്. ജീവവായു, ആഹാരം, വെള്ളം. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതിനേക്കാളെല്ലാം ശക്തമായതൊന്നാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അതെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലെല്ലാം നാം ആഹാരം കഴിച്ചില്ലെങ്കിൽ ക്ഷീണിതരായി പോകും എന്ന് കരുതാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടും ജീവിക്കും. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതെ, ദൈവവചനത്തിൻ്റെ വാഗ്ദത്തമാണ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് ദൈവിക വാഗ്ദത്തത്തിന് കീഴിൽ തൻ്റെ ഭക്തന്മാരെ നടത്തുക എന്നത്. അപ്പോൾ നാം മനസ്സിലാക്കുക, അപ്പത്തേക്കാൾ ശക്തിയുള്ളതും നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാത്തിനേക്കാളും വിലയുള്ളതുമാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. അതെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അതെ, ദൈവത്തെ അനുഗമിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും ജീവിതത്തിൽ അവൻ്റെ ജീവൻ്റെയും ചൈതന്യത്തിൻ്റെയും ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ദൈവവചനം തന്നെയാണ്. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആനുകാലിക ജീവിതത്തിലെല്ലാം ശക്തിയും ചൈതന്യവും അനുഗ്രഹവും പകരുന്നു എന്നുള്ള തിരിച്ചറിവോടെ ദൈവവചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ച് ദൈവവചനം പറയുന്ന പ്രകാരം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. മാത്രമല്ല, നമ്മുടെ ജീവന് നിലനിൽപ്പിന് മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം. അത് നമ്മെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സമാധാനം നൽകട്ടെ.